വെൽക്കം ബാക്ക് ടു ക്രിസ് ആൻഡ് ഡയറി. അപ്പോൾ നിങ്ങൾ ഓർക്കും ഞാൻ എന്താ ഈ ഫ്ലഫി റോബർട്ട് ഇൻട്രോ തരണേന്ന് ഈ പവനായി ശവമായി കോസ്റ്റ്യൂമിൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഇതിലുള്ള ഈ റോബ് കൊണ്ട് നമ്മൾ ഹീറ്റ്ലെസ് കേൾസ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. സോ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഹീറ്റ്ലെസ് കേൾസ് വിത്ത് റോബ്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. നിങ്ങൾക്കിനി ഈ റോബ് ഇല്ലെങ്കിൽ പേടിക്കണ്ട. ഓൺലൈൻ പ്ലാറ്റ്ഫോമിലോ ആമസോണിലോ നമുക്ക് ഓവർനൈറ്റ് ഹീറ്റ്ലെസ് റോബ് ഹെയർ കേളർ മേടിക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ മേടിച്ച ആമസോണിൽ നിന്ന് മേടിച്ച എൻ്റെ പ്രോഡക്റ്റ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതൊരു പ്രസൻറ്റ് സ്റ്റൈലിലാണ് വന്നേക്കുന്നത്. ഇതിൻ്റെ ഉള്ളിൽ ഒരു കിറ്റ് പോലെയാണ് വന്നേക്കുന്നത്. ഇതിന് ആവശ്യമായിട്ടുള്ള എല്ലാ സംഭവങ്ങളും ഇതിൻ്റെ ഉള്ളിൽ തന്നെയുണ്ട്. അപ്പോൾ നമുക്കൊന്ന് കാണാം. ഇതാണ് ആ റോബ്. ഇതിപ്പോൾ പല ഷെയ്ഡ്സിൽ അവൈലബിൾ ആണ്. അപ്പോൾ എനിക്ക് മൾട്ടി കളർ ഇഷ്ടമായതുകൊണ്ട് ഒരു യൂണിക്കോൺ സ്റ്റൈൽ മൾട്ടി കളറാണ് ഞാൻ ചൂസ് ചെയ്തേക്കുന്നത്. ഇതാണ് നമ്മുടെ റോബ്. പിന്നെ ഇതിൻ്റെ ഉള്ളിലുള്ളത് 2 സ്ക്രഞ്ചീസ് ഉണ്ട്. അപ്പോൾ നമുക്ക് സ്ക്രഞ്ചീസ് ഇപ്പം ഇങ്ങനത്തെ സ്ക്രഞ്ചീസ് ഇല്ലെങ്കിൽ സാറ്റിൻ്റെ സ്ക്രഞ്ചീസ് ആണെങ്കിലും മതി. സാറ്റിൻ സ്ക്രഞ്ചിയാണ് പ്രിഫറബിൾ. പിന്നെ ഒരു സ്പ്രേ ബോട്ടിൽ ഉണ്ട്. പിന്നെ ഒരു ക്ലിപ്പ്. ഓക്കെ, ഇതാണ് ക്ലിപ്പ്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു ക്ലിപ്പാണുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൽ ഈ പാക്കേജിൽ വരണത്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ മുടിയിലത്തെ ജടയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് മാറ്റണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ടത് ടാങ്കിൾ ടീസർ ബ്രഷാണ്. എസ്പെഷ്യലി എൻ്റെ മുടി ഭയങ്കര ഫ്രിസി കേളി ടൈപ്പ് ടെക്സ്ചറാണ്. അപ്പോൾ അതുകൊണ്ട് ടാങ്കിൾ ടീസർ ബ്രഷ് ആയിരിക്കും ബെസ്റ്റ്. അല്ലെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റേണ്ടത് ഒരു വൈറ്റ് ടൂത്ത് കോമ്പായിരിക്കും നല്ലത്. നിങ്ങളുടെ ഹെയർ സിൽക്കി ആണെങ്കിൽ അതിനനുസരിച്ചുള്ള നോർമൽ കോമ്പ് നിങ്ങൾ എന്താണ് ഉപയോഗിക്കുന്നത് അത് വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് അതാണ്. ഞാൻ കാണിക്കേണ്ട കാര്യമില്ല. ജസ്റ്റ് നമ്മൾ അതിൻ്റെ എൻഡ്സ് എസ്പെഷ്യലി നമ്മൾ മേക്ക് ഷുവർ ചെയ്യണം അധികം ടാങ്കിൾഡ് ആവരുത്. അപ്പോൾ അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മളൊരു ക്രീം ഉപയോഗിക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്, ഹെയർ ക്രീം. അപ്പോൾ ഞാൻ യൂഷ്വലി ഉപയോഗിക്കാറുള്ളത് കാൻറ്റൂറിൻ്റെ അവക്കാഡോ ക്രീമാണ്. ഇത് ഇറ്റ് ഡിഫൈൻസ് ആൻഡ് സോഫ്റ്റൻസ് യുവർ ഹെയർ. പിന്നെ അതുമാത്രമല്ല നമ്മുടെ ഫ്രിസിന് റെഡ്യൂസ് ചെയ്യാൻ വളരെ ഉപകാരമുള്ളൊരു ക്രീമാണത്. അപ്പോൾ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഹെയർ ക്രീം. നൗ തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ ഒരു ഹെയർ പാർട്ടീഷൻ ചെയ്യണം. അപ്പോൾ പ്രിഫറബിളി ഏറ്റവും നല്ലത് മിഡിൽ പാർട്ടീഷൻ എടുക്കുക. അപ്പോൾ ഓൾറെഡി എൻ്റെ ഹെയർ ഇപ്പോൾ മിഡിൽ പാർട്ടീഷനിലാണ് കിടക്കുന്നത്. ഇതിൻ്റെ ബാക്ക് സൈഡ് നമ്മൾ 6 ആക്ക് രീതിയിലാണ് എടുക്കേണ്ടത്. അപ്പോൾ 6 ആക്കിൽ നമ്മൾ ഡിവൈഡ് ചെയ്തിട്ട് ഒരു സൈഡ് നമ്മൾ ജസ്റ്റ് ഒരു നമ്മൾ സ്ക്രഞ്ചി, ഏതെങ്കിലും സ്ക്രഞ്ചി, ഒന്നില്ലെങ്കിൽ സാറ്റിൻ സ്ക്രഞ്ചി അല്ലെങ്കിൽ ഇതുപോലത്തെ ഫ്ലഫി സ്ക്രഞ്ചി വെച്ചിട്ട് നമ്മളൊന്ന് ടൈ ചെയ്ത് വിടുന്നു. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ ഒരു നമ്മുടെ റോബ് നമ്മൾ ഏകദേശം ഫ്രണ്ടിലായിട്ട് പ്ലേസ് ചെയ്യുന്നു. അത് ഏകദേശം ഈവൺ ആയിട്ടുള്ള രീതിയിൽ നമ്മൾ വെക്കുന്നു. അതിനുശേഷം നമ്മുടെ ഈ ഹെയർ ക്ലിപ്പ് ഉപയോഗിച്ചിട്ട് അതൊന്ന് സെക്യൂർ ആയിട്ട് ഇരിക്കാൻ വേണ്ടി, വീഴാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ നടുക്കിലൊന്ന് വെക്കുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ തേർഡ് സ്റ്റെപ്പ്. ഈ സ്റ്റെപ്പ് 4 എന്ന് പറയുന്നത് നമ്മൾ ഒരു സൈഡ് വെച്ചിട്ട് നമുക്ക് ബിഗിൻ ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ സൈഡിലത്തെ മുടിയെല്ലാം നമ്മൾ ഫ്രണ്ടിലോട്ട് ആദ്യം ഇടുന്നു. എന്നിട്ടൊരു കുഞ്ഞ് സെക്ഷൻ ഈ വകച്ചിലെടുത്തതിൻ്റെ അവിടുത്തെ ഒരു കുഞ്ഞ് സെക്ഷൻ ഹെയർ നമ്മൾ എടുക്കുന്നു. എന്നിട്ട് ഈ റോബ് നമ്മളൊന്ന് മുകളിലേക്ക് ചെറുതായിട്ട് പിടിക്കണം. ഒത്തിരി ബാക്കിലോട്ട് പോരുത്. ഒരു ഫ്രണ്ടിലേക്ക് എന്നുള്ള രീതിയിൽ, എന്നാൽ ഇത് താഴോട്ട് കടക്കുന്ന രീതിയിൽ വേണം നമ്മളിത് ഹോൾഡ് ചെയ്യാൻ. എന്നിട്ട് ഈ ഹെയർ നമ്മൾ റാപ്പ് ചെയ്യാണ്. ബേസിക്കലി നമ്മൾ ടൈറ്റായിട്ട് റാപ്പ് ചെയ്താൽ ടൈറ്റ് കേൾസ് കിട്ടും. ലൂസായിട്ട് റാപ്പ് ചെയ്താൽ ലൂസ് വേവ്സ് ആയിരിക്കും നമുക്ക് കിട്ടുക. അപ്പോൾ നിങ്ങൾക്ക് എന്താണോ ഇഷ്ടം അതുപോലെ നിങ്ങൾക്ക് ട്വിസ്റ്റ് ചെയ്യാവുന്നതാണ്, റാപ്പ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നത് നമുക്കൊരു ഇവിടെ മുകളിൽ അത്യാവശ്യം വോളിയം കിട്ടണമെങ്കിൽ ബാക്കിലോട്ട് കളയേണ്ടതായിരിക്കും നല്ലത്. അപ്പോൾ ഞാൻ ജസ്റ്റ് റാപ്പ് ചെയ്യാണ്. റാപ്പ് ചെയ്ത് ആ സെക്ഷൻ ഓഫ് ഹെയർ ഇപ്പോൾ ഫ്രണ്ടിൽ വന്നിട്ടുണ്ട്. ഈ ഫ്രണ്ടിൽ വന്ന ഈ ഹെയറിൻ്റെ കൂടെ നമ്മൾ വേറൊരു സെക്ഷൻ നമ്മളിവിടെ ആഡ് ചെയ്യണം. ഒത്തിരി തിക്കായിട്ട് ആഡ് ചെയ്യരുത്, തിന്നായിട്ട് വേണം ആഡ് ചെയ്യാൻ. ആ തിന്നായിട്ട് നമ്മൾ ആഡ് ചെയ്തിട്ട് വീണ്ടും ഇതേ പ്രോസസ്സ് തന്നെ ഒരുമിച്ച് നമ്മൾ ഗ്രാബ് ചെയ്യുന്നു. പിന്നെ നമ്മൾ റാപ്പ് ചെയ്യുന്നു ഇതിൻ്റെ മുകളിൽ. അപ്പോൾ ടൈറ്റായിട്ട് വേണം ഇത് ചെയ്യാൻ.
അപ്പോൾ ടൈറ്റ് ആയില്ലെങ്കിൽ നമ്മൾ കിടക്കുമ്പോൾ ഇത് ഓവർനൈറ്റ് ഹീറ്റ്ലെസ് കേൾസ് ആണ്, അപ്പോൾ അത് ഊരി പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നല്ല ടൈറ്റായിട്ട് ചെയ്താൽ നമുക്ക് അത്രയും നല്ല ടൈറ്റ് കേൾസ് കിട്ടും. വീണ്ടും അതുപോലെ ഫ്രണ്ടിലോട്ട് എടുത്ത സെക്ഷനിൽ വീണ്ടും നമ്മൾ ഹെയർ ആഡ് ചെയ്യുന്നു. കുഞ്ഞൊരു സെക്ഷൻ കേട്ടോ, അതെപ്പോഴും മേക്ക് ഷുവർ ചെയ്യണം, ഇറ്റ് ഷുഡ് ബി സ്മോൾ സെക്ഷൻ. അപ്പോൾ വീണ്ടും നമ്മൾ ആഡ് ചെയ്യുന്നു, റാപ്പ് ചെയ്യുന്നു. അപ്പോൾ ഈ പ്രോസസ്സ് നമ്മൾ കണ്ടിന്യൂ ചെയ്യാണ്. വീണ്ടും ആഡ് ചെയ്യുന്നു, റാപ്പ് ചെയ്യുന്നു, വീണ്ടും ആഡ് ചെയ്യുന്നു. നമ്മൾ ടൈറ്റായിട്ട്, അതാണ് ഇതിൻ്റെ മെയിൻ കാര്യം, നമ്മൾ ഈ സാധനം താഴോട്ട് വലിച്ചിട്ട് റാപ്പ് ചെയ്യണം. ഇത് ക്ലോസ് ബൈ ആയിരിക്കണം. എല്ലാ റാപ്പ് ചെയ്യണ സാധനങ്ങളും ക്ലോസ് ആയിട്ട് വരണ രീതിയിൽ വേണം റാപ്പ് ചെയ്യാൻ. ഇനി ഏകദേശം നമുക്ക് ബാക്കും കൂടി ഒന്ന് കേളായി കിട്ടാൻ വേണ്ടി ഏകദേശം ഇവിടെ എത്തുമ്പോൾ നമ്മൾ കുറച്ച് ബാക്കിൽ നിന്നും കൂടി മുടി എടുത്ത് തുടങ്ങാം. അപ്പോൾ ഇത്ര നാൾ നമ്മൾ ഫ്രണ്ടിൽ നിന്നാണ് എടുത്തത്, അപ്പോൾ ഇനി നമ്മൾ കുറച്ച് ബാക്കിൽ നിന്ന് എടുത്ത് തുടങ്ങാം. അപ്പോൾ ബാക്കും കൂടി ഒന്ന് കേളായി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒത്തിരി താഴെ നിന്ന് എടുക്കരുത്, മുകളിലത്തെ പക്ഷേ ബാക്കിലത്തെ ഹെയർ. അപ്പം ബാക്കിൽ നിന്ന് നമ്മൾ ആഡ് ചെയ്തു, നമ്മളിത് ട്വിസ്റ്റ് ചെയ്തു. നമ്മൾ വീണ്ടും ആഡ് ചെയ്തു. ഇനി വീണ്ടും നമ്മൾ ബാക്കിൽ നിന്ന് കുറച്ച് മുടി എടുത്തു. ഒന്ന് ഇടയ്ക്കൊന്ന് ബാക്കിയുള്ള മുടി ഒന്ന് മാറ്റി കൊടുക്കുക. ചിലപ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മിക്സ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതൊന്ന് എടുത്തു, നമ്മൾ ഇതൊന്ന് റാപ്പ് ചെയ്തു. എനിക്ക് മിറർ ഇല്ലാത്തതുകൊണ്ടുള്ളൊരു ബുദ്ധിമുട്ടാണ്. നമ്മളൊരു സെക്ഷൻ ആഡ് ചെയ്തു. ഈ പ്രോസസ്സ് നമ്മൾ ബേസിക്കലി നമ്മൾ ലാസ്റ്റ് ഹെയർ എത്തണ വരെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, നമ്മൾ ഓൾമോസ്റ്റ് ഈ സൈഡ് തീരാറായിട്ടുണ്ട്. നമ്മൾ കുറച്ച് ഫ്രണ്ടിൽ നിന്ന് എടുത്തു തുടങ്ങാം. നമ്മൾ എത്ര ക്ലോസ് ആവണോ അത്രയും നല്ലതാണ്. ഇപ്പം എനിക്ക് ഇത്തിരി മിറർ നോക്കി അടുത്ത് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടി കാണാൻ പറ്റും. അതിൻ്റേതായ ഒരു പാടാണ്. ലാസ്റ്റ് നമ്മൾ ആ സെക്ഷൻ ഓഫ് ഹെയർ എത്തുമ്പോൾ ബേസിക്കലി നമ്മൾ വെറുതെ ഇനി നമുക്ക് റാപ്പ് ചെയ്യാൻ ബാക്കി ഹെയർ ഇല്ല. അപ്പോൾ റാപ്പ് ചെയ്യാൻ ഹെയർ ഇല്ലാത്തതുകൊണ്ട് ജസ്റ്റ് നമ്മൾ അതിൻ്റെ ചുറ്റും ടൈറ്റായിട്ട് അടുപ്പിച്ച് നമ്മളത് റാപ്പ് ചെയ്ത് പോകുന്നു. ഇതിൻ്റെ മെയിൻ സംഭവം എന്ന് പറഞ്ഞാൽ നല്ല ടൈറ്റായിട്ട് വേണം ഈ ഹെയർ റാപ്പ് ചെയ്യാൻ. അതാണ് ഇതിൻ്റെ കീ. അപ്പം ഞാനിതേ ലാസ്റ്റ് ബിറ്റാണ്, അപ്പോൾ അത് മാക്സിമം ടൈറ്റായിട്ട് ഞാൻ കൈ ഇവിടെ പിടിച്ചു. ഇനി ഈ ഹെയർ നമ്മൾ ടൈറ്റായിട്ട് തന്നെ ഹോൾഡ് ചെയ്യുക. ഹോൾഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ റിമൈനിങ് ഒരു ബിറ്റ് ഉണ്ടാവും, ആ ബിറ്റ് നമ്മൾ മുകളിലേക്ക് വെച്ചു. മുകളിലേക്ക് വെച്ചിട്ട് ഈ നമ്മുടെ സ്ക്രഞ്ചി ഉപയോഗിച്ചിട്ട് ഇത് ടൈ ചെയ്യുക. അറ്റം ഒരു ലൈക്ക് ഏറ്റവും അറ്റത്ത് ടൈ ചെയ്യരുത്, ഒരു ഏകദേശം കുറച്ചൊരു ഡിസ്റ്റൻസ് ഇട്ടിട്ട് ഏകദേശം മുകളിൽ നമ്മൾ നല്ല ടൈറ്റായിട്ട് ഇത് നമ്മളൊന്ന് കെട്ടി വെച്ചു. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ സൈഡ് കഴിഞ്ഞു. ഇവിടെ ഒരു ചെറിയ ഗ്യാപ്പ് ഉണ്ട്, പക്ഷേ മാക്സിമം നമ്മൾ അടുപ്പിച്ച് ചെയ്യാം. ഈ സൈഡ് കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി എന്ന് തോന്നുന്നു. ഞാൻ ഈ സൈഡും കൂടി കാണിച്ചു തരാം എങ്ങനെയാണ്. അപ്പോൾ നമ്മൾ ഇവിടെ നേരത്തെ സെക്യൂറായിട്ട് നമ്മൾ ഓൾറെഡി ഈ സൈഡ് നമ്മൾ കെട്ടി വെച്ചായിരുന്നു. അല്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ കെട്ടി വെച്ചില്ലെങ്കിൽ ഈ മുടി ഇങ്ങോട്ട് വരാൻ തുടങ്ങും. അപ്പോൾ നമുക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആയിരിക്കും. ഈ സൈഡും രണ്ട് സൈഡിലത്തെ മുടിയും അങ്ങോട്ടും ഇങ്ങോട്ടും ഡിവൈഡ് ചെയ്ത്
പ്രോപ്പറായിട്ട് പാർട്ടിഷൻ ചെയ്ത് ഒന്ന് ഡിവൈഡ് ചെയ്ത് വെച്ചാൽ നമുക്ക് കുറച്ചും കൂടി ഈസി ആയിരിക്കും. അപ്പോൾ നമ്മൾ ഈ സൈഡ് കംപ്ലീറ്റ് ആയി. ഇനി വീണ്ടും നമ്മൾ ഇത് വരുന്നു. നെക്സ്റ്റ് നമ്മൾ ഈ സൈഡിലത്തെ പ്രോസസ്സ് ചെയ്യുന്നു. അപ്പോൾ എഗെയിൻ ഞാൻ പറഞ്ഞു, നമ്മൾ മുകളിലേക്ക് എടുത്താൽ നമുക്ക് അത്രയും വോളിയം കിട്ടും. അപ്പോൾ നമ്മൾ മുകളിൽ ഒരു സെക്ഷൻ ഓഫ് ഹെയർ എടുക്കുന്നു, റാപ്പ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ റാപ്പ് ചെയ്യുന്നു. അടുത്തത് നമ്മൾ വീണ്ടും ഫ്രണ്ടിൽ നിന്ന് ഒരു ബിറ്റ് എടുക്കുന്നു. നമ്മൾ ആ എടുത്ത ഹെയറിൽ നമ്മൾ ആഡ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആഡ് ചെയ്താണ് നമ്മളത് കംപ്ലീറ്റ് ആക്കുന്നത്. നമ്മൾ ആഡ് ചെയ്തു. വീണ്ടും നമ്മളത് ഇത് നന്നായിട്ട് മുറുക്ക പിടിച്ച് നമ്മളിത് റാപ്പ് ചെയ്യുന്നു. നമ്മളിങ്ങനെ പിടിക്കുക. അപ്പോൾ മാക്സിമം ഞാൻ പറഞ്ഞ പോലെ ക്ലോസർ. ഇനി നമ്മൾ വീണ്ടും ഫ്രണ്ടിൽ നിന്ന് കുറച്ച് മുടി എടുക്കുന്നു. ഈ ഫ്രണ്ടിലത്തെ സെക്ഷൻ ഓഫ് ഹെയറിൽ നമ്മൾ ആഡ് ചെയ്യുന്നു. ടൈറ്റായിട്ട് പിടിച്ചിട്ട് നമ്മൾ റാപ്പ് ചെയ്യുന്നു. വീണ്ടും നമ്മൾ ഫ്രണ്ടിലത്തെ സെക്ഷനിൽ ഒരു ബിറ്റ് ഓഫ് ഹെയർ നമ്മൾ ആഡ് ചെയ്യുന്നു. എഗെയിൻ യു ആർ റാപ്പിംഗ് ഇറ്റ് അറൗണ്ട്. അപ്പോൾ ഫുൾ റാപ്പാണ്. ഫുൾ റാപ്പ് ചെയ്ത് നമ്മൾ ഫ്രണ്ടിലോട്ട് വരണം. ഓരോ വട്ടം റാപ്പ് ചെയ്യുമ്പോൾ തിരിച്ച് ആ മുടി ഫ്രണ്ടിൽ വരണം. വീണ്ടും നമ്മളൊരു ബിറ്റ് എടുക്കുന്നു. ഫ്രണ്ടിൽ നിന്ന് തന്നെ ഹെയർ എടുക്കുന്നു. അത് നമ്മൾ റാപ്പ് ചെയ്യുന്നു. ഓക്കെ, ഏകദേശം നമ്മൾ ഈ ഒരു പോയിന്റ് എത്തുമ്പോൾ ബാക്കിലത്തെ മുടിയും കൂടി കേളായി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് സെക്ഷൻ ഓഫ് ഹെയർ നമ്മൾ ആഡ് ചെയ്യുന്നു. ബാക്കിൽ നിന്നാണ് ഇത്തവണ ഞാൻ ആഡ് ചെയ്തേക്കുന്നത്. നമ്മൾ റാപ്പ് ചെയ്യുന്നു. ഇനി നമ്മൾ ഓൾട്ടർനേറ്റ് ചെയ്താലും കുഴപ്പമില്ല, ബാക്കിൽ നിന്നും ഫ്രണ്ടിൽ നിന്നുള്ള രീതിയിൽ. അപ്പോൾ നമ്മൾ ആദ്യം നേരത്തെ ബാക്കിൽ നിന്ന് എടുത്തെങ്കിൽ ഇപ്പം നമുക്ക് ഫ്രണ്ടിൽ നിന്ന് എടുക്കാം, അത് കുഴപ്പമില്ല. ഇത് ശരിക്കും ഇതിൻ്റെ മെയിൻ സംഭവം എന്ന് പറയുന്നത് ബാക്കിൽ നിന്ന് എടുത്താലും ഫ്രണ്ടിൽ നിന്ന് എടുത്താലും കുഴപ്പമില്ല. പക്ഷേ മെയിൻ സംഭവം എന്ന് പറയുന്നത് നമ്മൾ നല്ല ടൈറ്റായിട്ട് ഈ റോബിന് ചുറ്റും നമ്മൾ റാപ്പ് ചെയ്യണം എന്നുള്ളതാണ് ഇതിൻ്റെ മെയിൻ കീ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഫ്രണ്ടിൽ നിന്ന് എടുത്തു. Again, so you're repeating the same process throughout the hair. അപ്പോൾ നമുക്കിനി ഇത് നമ്മൾ ഇപ്പോൾ കാണുമ്പോൾ നമുക്ക് ഡിഫിക്കൽട്ടായിട്ട് തോന്നും, പക്ഷെ ചെയ്ത് വരുമ്പോൾ നമുക്കത് ശീലമാവും. അപ്പോൾ ഇത് കുറച്ച് പ്രാക്ടീസ് വേണം. നമുക്കിത് ഒറ്റ ഈ ഒരു നമ്മൾ ഫിംഗേഴ്സ് ഉപയോഗിച്ചിട്ടാണ്, ഈ ഒരു ഹാൻഡിൻ്റെ ഫിംഗേഴ്സ് ഉപയോഗിച്ചിട്ടാണ് ഇത് മൊത്തം നമ്മൾ ചെയ്യണത്. അപ്പോൾ ഒരു കയ്യിൽ ഇതിപ്പോൾ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട്, അപ്പോൾ നമ്മൾ ഈ കൈ കൊണ്ട് ഇങ്ങനെയാണ് പിടിക്കണത്. ഈ രണ്ട് ഫിംഗറാണ് ഇതിൻ്റെ ഇടയ്ക്ക് കൂടെ ഹെയർ വെച്ചിട്ടാണ് അത് ട്വിസ്റ്റ് ആവണത്. അപ്പോൾ ഓക്കെ, എന്നിട്ട് നമ്മൾ ഈ ഫ്രണ്ടിലേക്ക് മറ്റേ ഹാൻഡ് ഉപയോഗിച്ച് നമ്മൾ ഗ്രാബ് ചെയ്യുന്നു. ഇപ്പുറത്തെ കൈ ഉപയോഗിച്ച് നമ്മൾ ഇതും പിടിക്കുന്നു. ഇനി വീണ്ടും നമ്മൾ ആഡ് ചെയ്യുന്നു. നല്ല ടൈറ്റായിട്ട് വേണം ഇത് ചെയ്തുകൊണ്ടിരിക്കാൻ. നമ്മൾ ഏകദേശം ഇപ്പോൾ തീരാറായി. എനിക്ക് എപ്പോഴും സാധാരണ ഈ സൈഡ് ചെയ്യുമ്പോൾ കുറച്ച് ഡിഫിക്കൽട്ടാണ്. എനിക്ക് ഈ സൈഡാണ് എപ്പോഴും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റാറ്. അത് നിങ്ങൾക്ക് അങ്ങനെയാണെന്ന് എനിക്കറിയില്ല. എനിക്ക് ഇപ്പോൾ എൻ്റെ മുടി സ്ട്രേറ്റ് ചെയ്യുമ്പോഴാണെങ്കിലും എന്തെങ്കിലും ഹെയർ സെറ്റിംഗ് ആണെങ്കിലും സ്റ്റൈലിംഗ് ആണെങ്കിലും എനിക്കെപ്പോഴും ഈ സൈഡ് കുറച്ചും കൂടി കംഫർട്ടബിളാണ് ചെയ്യാൻ. ഈ സൈഡ് എപ്പോഴും കുറച്ച് പാടാണ്. എന്നാലും ഇത് നമ്മൾ ചെയ്ത് വരുമ്പോൾ ഇത് ഈസിയാണ്. ഇതിപ്പോൾ ഞാൻ വീഡിയോയ്ക്ക് വേണ്ടി ചെയ്യണത് കൊണ്ടാണ് ഈ ഒരു പേസിൽ പോണത്. അല്ലെങ്കിൽ കുറച്ചും കൂടി ഫാസ്റ്റായിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ അത്ര ടൈം കൺസ്യൂമിങ് അല്ല, അതാണ് ഇതിൻ്റെ ഒരു വേറൊരു ബെനിഫിറ്റ്. നമുക്ക് രാത്രിയിൽ കിടക്കണേക്കാട്ടിലും മുമ്പ് നമ്മൾ പണ്ട് മുടിയൊക്കെ നമ്മൾ പിന്നെ ബ്രൈഡ് ചെയ്ത്, അമ്മമാരൊക്കെ പറയും നമ്മൾ ബ്രൈഡ് ചെയ്ത് കിടന്നു കഴിഞ്ഞാൽ നമുക്ക് മുടിക്ക് നല്ലതാണ് ഊരി കിടക്കുന്നതിന് പകരം. അപ്പോൾ അതുപോലത്തെ ഒരു സെറ്റപ്പാണിത്. നമുക്ക് ഹീറ്റ് ടൂൾസ് ഉപയോഗിക്കാണ്ട്, ഹോട്ട് ടൂൾസ് ഉപയോഗിക്കാണ്ട് നമ്മുടെ മുടി കേളാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സംഭവമാണിത്. അപ്പോൾ ലാസ്റ്റ് ഹെയർ എത്തി. വീണ്ടും നമ്മൾ ലാസ്റ്റ് ഫൈനലായപ്പോൾ നമ്മൾ പിന്നെ ഹെയർ എക്സ്ട്രാ ആഡ് ചെയ്യാനില്ലാത്തതുകൊണ്ട് ജസ്റ്റ് നമ്മളിതിൽ ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുന്നു.
അപ്പോൾ നമ്മൾ ഏകദേശം ഈ പരിപാടി തീരാറായി. അപ്പോൾ നമ്മൾ നമ്മുടെ സ്ക്രഞ്ചി എടുക്കുന്നു. ഒന്നില്ലെങ്കിൽ നമ്മൾ ഫോൾഡ് ചെയ്തിട്ട്, നമുക്ക് എങ്ങനെ വേണം വെക്കാം. ചിലർ ഫോൾഡ് ചെയ്തിട്ട് വെക്കും, ചിലർ ഫോൾഡ് ചെയ്യാണ്ട് വെക്കും. എനിക്ക് തോന്നിയിട്ടുള്ളത് എൻ്റെ ഹെയർ ഈ അറ്റത്ത് ഊരിപ്പോവാൻ ചാൻസ് ഉള്ളതുകൊണ്ട് ഞാൻ എപ്പോഴും ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ടാണ് നമ്മൾ സ്ക്രഞ്ചി ഇട്ട് കൊടുക്കാറ്. അത് നിങ്ങൾ ഒരു ട്രയൽ ആൻഡ് എററാണ്. ലൈക്ക് ഇപ്പോൾ എല്ലാവർക്കും ഒരേപോലെ ആവണമെന്നില്ല. അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഈ സൈഡ് കുറച്ച് അവിടെ ഇവിടെയൊക്കെ ഒരു പ്രശ്നങ്ങളുണ്ട്, പക്ഷേ ഈ സൈഡ് ഓൾമോസ്റ്റ് ഓക്കെയാണ്. പക്ഷേ ടൈറ്റായിട്ട് തന്നെയാണ് ഇരിക്കുന്നത് ഹെയർ. അപ്പോൾ ഇതാണ് നമ്മുടെ റോബും കൊണ്ടുള്ള ഹീറ്റ്ലെസ് കേളറിൻ്റെ ഒരു ട്യൂട്ടോറിയൽ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. ഞാൻ വേണമെങ്കിൽ ഇനി ക്ലോസപ്പ് ആയിട്ട് കാണിച്ചു തരാം എന്താണ് ഇത് ഇരിക്കണേന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഹീറ്റ്ലെസ് റോബ് കേൾസ് ഒക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. 2 സൈഡിലും നമ്മൾ റെഡി ആയിട്ട് കെട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് അതിൻ്റെ ഒരു ക്ലോസപ്പ് വ്യൂ ഒന്ന് കാണിച്ചു തരാം, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇങ്ങനെ ഇരിക്കും സൈഡ് വ്യൂ എന്ന് പറയുന്നത്. ഞാൻ അപ്പുറത്തെ സൈഡ് ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോൾ ഞാൻ എത്ര ടൈറ്റ് ആവുന്നു അത്രയും നല്ലത്, നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഞാൻ തിരിഞ്ഞ് ഇതിൻ്റെ ബാക്ക് വ്യൂവും കൂടി ഒന്ന് കാണിച്ചു തരാം. അപ്പം ഇങ്ങനെ ഇരിക്കും. അതിപ്പോൾ 6 ആക്ക് ചെയ്യണമെന്നൊന്നുമില്ല, എങ്ങനെയെങ്കിലും നമ്മുടെ കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ നമ്മളൊന്ന് പകച്ചിലെടുക്കുക, ഡിവൈഡ് ചെയ്യുക. അതാണ് അതിൻ്റെ മെയിൻ സംഭവം. പെർഫെക്റ്റ് ആവണമെന്നൊന്നുമില്ല. ഓക്കെ, അപ്പോൾ അതാണ് ഇതിൻ്റെ കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഉള്ള ലുക്ക്. ഇനി ഞാൻ നിങ്ങൾക്ക് അടുത്തതായിട്ട് എങ്ങനെ രാത്രിയിൽ ഇത് കെട്ടിയിട്ട്, നമ്മൾ ഓൾറെഡി കെട്ടി, പക്ഷെ എങ്ങനെ നമുക്ക് കടക്കാം എന്നുള്ളതാണ് ഞാൻ കാണിക്കുന്നത്. ഇത് കെട്ടിയിട്ട് നമ്മൾ ഓവർനൈറ്റ് ആണല്ലോ, സോ ബേസിക്കലി ഇത് രാത്രിയിൽ നമ്മളിങ്ങനെ കെട്ടുന്നു. പിന്നെ നമ്മൾ കംഫർട്ടബിൾ ആയിട്ടുള്ള രീതി കെട്ടി വെച്ചിട്ട് നെക്സ്റ്റ് ഡേ കഴിഞ്ഞിട്ടാണ് നമ്മളത് റിമൂവ് ചെയ്യേണ്ടത്. അപ്പോൾ എത്രയും ലോങ് ആയിട്ട് നമ്മൾ വെക്കുന്നു അത്രയും നമ്മുടെ കേൾസ് ഡിഫൈൻഡ് ആയിട്ട് വരും. അപ്പോൾ ലോങ്ങർ ദ ബെറ്റർ. അപ്പോൾ നമ്മൾ ഷോർട്ടായിട്ട് വെച്ച് കഴിഞ്ഞാൽ കേൾസ് വരാണ്ടൊന്നും ഇരിക്കില്ല. പക്ഷെ ദാറ്റ് ഡസൻറ്റ് മീൻ ദാറ്റ് 1 hourലൊക്കെ നിങ്ങൾക്ക് കേൾസ് കിട്ടുന്ന ഒരു മെത്തേഡല്ല ഇത്. കുറച്ച് ടൈം എടുത്ത് നമ്മൾ ഓവർനൈറ്റ് ചെയ്യണ ഒരു സംഭവമാണ്. അപ്പോൾ ക്ഷമ വേണം. അപ്പോൾ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് ഇനി രാത്രിയിൽ നമ്മൾ കിടക്കണേക്കാട്ടിലും മുമ്പ് ഇതെങ്ങനെ കെട്ടിവെച്ച് കിടക്കണം എന്ന് പറയാം. അപ്പോൾ നമ്മളൊരു സ്ട്രെയിറ്റ് ആയിട്ട് കിടക്കുന്ന ഒരാളാണ്, സൈഡ് സ്ലീപ്പർ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്ന് ട്വിസ്റ്റ് ചെയ്യുക. അപ്പോൾ നമുക്കൊന്ന് നല്ല ടൈറ്റ് ആവണം. അപ്പോൾ ഇത് എത്ര ടൈറ്റ് ആവണോ അത്രയും നല്ലത്. ജസ്റ്റ് ഒന്ന് നമ്മളത് പിടിക്കുന്നു, വെറുതെ ഇങ്ങനെ നമ്മൾ ഒന്ന് പിരിച്ചു കൊടുക്കുന്നു. അപ്പോൾ ഇങ്ങനെ പിരിച്ചതിന് ശേഷം ഇത് ഒത്തിരി ടൈറ്റായാലും നമുക്ക് ഡിസ്കംഫർട്ട് ആയിരിക്കും കിടക്കാൻ. അപ്പോൾ ഒരു ഏകദേശം ടൈറ്റായിട്ട് ഇത് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഈ ഒരു വട്ടം രീതിയിൽ നമ്മളൊന്ന് ചുറ്റി കൊടുക്കുന്നു. ചുറ്റിയിട്ട് ഒന്നില്ലെങ്കിൽ നമുക്ക് ഈ സ്ക്രഞ്ചി ഊരാം, കാരണം സ്ക്രഞ്ചി ഊരുന്നതായിരിക്കും നമുക്ക് കംഫർട്ടബിൾ. സ്ക്രഞ്ചി ഊരിയിട്ട് ഈ സ്ക്രഞ്ചി വെച്ചിട്ട് തന്നെ ഞാനിപ്പോൾ ഊരിയിട്ട് കാണിച്ചു തരാം. അപ്പോൾ നമ്മളിത് ഊരിയിട്ട് നമ്മൾ ഇങ്ങനെ നമ്മളിത് റാപ്പ് ചെയ്യുന്നു. ഞാൻ ഒരു സൈഡ് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. അപ്പോൾ റാപ്പ് ചെയ്തിട്ട് നമ്മൾ ഈ സ്ക്രഞ്ചി ഉപയോഗിച്ച് നമ്മൾ ഈ ചെറുപ്പത്തിൽ ഈ മീനൂട്ടി ഹെയർ സ്റ്റൈലൊക്കെ ഇല്ലേ, ആ ഒരു ഹെയർ സ്റ്റൈലിൽ നമ്മളിങ്ങനെ നമ്മൾ റാപ്പ് ചെയ്യുന്നു. അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡും നമ്മൾ റാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ കിടക്കാം. നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് കിടക്കുന്ന ഒരാളാണെങ്കിൽ കംഫർട്ടബിളായിട്ട് സ്ലീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി അതല്ല, സൈഡ് സ്ലീപ്പർ ആണെങ്കിൽ നമുക്ക് ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഇങ്ങനെ വെക്കുമ്പോൾ നമുക്ക് കിടക്കാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ സൈഡ് സ്ലീപ്പറിന് വേണ്ടിയിട്ട് എങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേ സാധനം ഇപ്പോൾ ഞാൻ ഊരി കാണിക്കുകയാണ്. അപ്പോൾ ഓക്കെ, ഇത് ഇപ്പോൾ ഞാൻ സ്ക്രഞ്ചി ഊരിയ കാരണം കുറച്ച് ലൂസായിട്ടുണ്ടാവും. ഞാൻ എങ്ങനെയാണെന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതിവിടെ ഈ സൈഡിൽ നമ്മൾ ട്വിസ്റ്റ് ചെയ്ത് വെക്കുന്നു. അതുപോലെ ഒന്നില്ലെങ്കിൽ നമുക്കിത് ഊരാം, അത് ഡിപ്പെൻസ്. നിങ്ങളുടെ ഇതിൻ്റെ വള്ളിക്ക് അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ടെങ്കിൽ നിങ്ങൾക്കിത് ഊരാണ്ട് ചെയ്യാം. അല്ലെങ്കിൽ ഇതിപ്പോൾ ഇതിനിപ്പോൾ അത്ര ലെങ്ത്ത് ഇല്ല. അപ്പോൾ ഞാനിപ്പോൾ അടിഭാഗം ഒന്ന് ഊരാണ്. നമ്മൾ സ്ക്രഞ്ചി നേരത്തെ കെട്ടിയത് ജസ്റ്റ് ഒന്ന് ഊരാണ്. അപ്പോൾ ഇങ്ങനെ ഊരി പിന്നെ ആദ്യം ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മളൊന്ന് ട്വിസ്റ്റ് ചെയ്തു, നല്ല ടൈറ്റായിട്ട് ട്വിസ്റ്റ് ചെയ്തു. ഈ സൈഡ് നമുക്ക് എങ്ങനെ ഇതൊന്നിങ്ങനെ പിടിച്ചു കൊടുക്കുക, നമുക്ക് 2 കൈകളുള്ള കാരണം നമുക്ക് പാടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ടൈറ്റാക്കി ഇവിടെ വെച്ചതിന് ശേഷം ഇതും നല്ല രീതിയിലൊന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇത് രണ്ടും നല്ല ടൈറ്റായിട്ടുള്ള രീതിയിൽ ഈ സംഭവം അറ്റത്തുള്ള ബാക്കിയുള്ള ആ റോബ് എടുത്തിട്ട് ഞാൻ ബാക്ക് കാണിച്ചു തരാം. ബാക്കിൽ നിന്നാണ് നമ്മൾ കെട്ടുക. അപ്പോൾ ഇതിങ്ങനെ ക്രിസ് ക്രോസ് ചെയ്തിട്ട് ഈ വള്ളി നല്ല സ്ട്രോങ് ആയിട്ട് ഇങ്ങനെ പിടിച്ച്
ഇതിന്ന് ഫ്രണ്ടിൽ നിന്ന് ഇപ്പോൾ നമ്മൾ ക്ലിപ്പ് ഊരുക. ഇപ്പോൾ ക്ലിപ്പ് നമ്മൾ ഹോൾഡ് ചെയ്യാൻ നമ്മൾ ആ ചെയ്ത സമയത്ത് സ്ട്രോങ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ഊരി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അത് വെച്ചത്. അപ്പോൾ അതിന് ശേഷം ഇത് നല്ല ടൈറ്റിൽ ഇവിടെ ഫ്രണ്ടിൽ നമ്മൾ വെറുതെ ഒന്ന് കെട്ടിക്കൊടുക്കുക. അപ്പോൾ ഇങ്ങനെയാണ് സൈഡ് സ്ലീപ്പറിന് കിടക്കാൻ പറ്റുക. അപ്പോൾ കുറച്ചും കൂടി ഫ്ലാറ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ലാണ്ട് അപ്പോൾ ഇങ്ങനെ ഇരിക്കും ഇത് കാണാൻ വേണ്ടിയിട്ട്. ബാക്കിൽ നിന്ന് നോക്കുമ്പോൾ ഇങ്ങനെ ഇരിക്കും ഏകദേശം കാണാൻ. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. അപ്പോൾ ഫ്രണ്ടിൽ നിന്ന് ഇങ്ങനെ ഇരിക്കും. കോലൊന്നും നോക്കരുത്. നമ്മൾ എത്ര മോശമായിട്ടുള്ള കോലത്തിലാണ് നമ്മൾ കടക്കാൻ പോകുന്നത്, പിറ്റേ ദിവസം അടിപൊളിയായിരിക്കും. നല്ല ഗ്ലാമറസ് ലുക്കിൽ നമുക്ക് എണീക്കാം. അപ്പോൾ കുറച്ചൊക്കെ ബുദ്ധിമുട്ടുകൾ നമ്മുടെ സൈഡിൽ നിന്ന് വേണം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ രാത്രി ഇങ്ങനെ കിടക്കുക കെട്ടി വെച്ചിട്ട്. പിന്നെ നമ്മൾ ചിലപ്പോൾ ഞാനൊക്കെ റെസ്റ്റ്ലെസ് സ്ലീപ്പറാണ് രാത്രിയിൽ. അപ്പോൾ ഒത്തിരി നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുമ്പോൾ ഇത് ചിലപ്പോൾ ഒത്തിരി ലൂസായി പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതിനെ നമുക്ക് നല്ല രീതിയിൽ പ്രൊട്ടക്റ്റ് ചെയ്യണമെങ്കിൽ നമുക്കൊരു നമുക്കൊരു ക്യാപ്പ് കിട്ടും, സാറ്റിൻ ക്യാപ്പ്. അപ്പോൾ അത് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് നല്ല നീറ്റായിട്ട് നെക്സ്റ്റ് ഡേ ഇത് വല്ല ഊരി പോവാണ്ടൊക്കെ നല്ല അടിപൊളിയായിട്ട് കിട്ടും. അപ്പോൾ ഞാൻ ജസ്റ്റ് ആ ഒരു കോലം കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ സാറ്റിൻ ക്യാപ്പ്. അപ്പോൾ സാറ്റിൻ ക്യാപ്പിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇതിൻ്റെ മെറ്റീരിയൽ ഭയങ്കര സോഫ്റ്റ് ആയതുകൊണ്ട് നമ്മുടെ ഹെയർ ഫ്രിസ് വരുത്തൂല. അപ്പോൾ ഈ ക്യാപ്പ് നമ്മൾ ഇങ്ങനെ ഇടുന്നു. അപ്പോൾ റെഡ് റൈഡിങ് ഹുഡിൻ്റെ ഒരു ലുക്കൊക്കെ ആയിരിക്കും, നല്ല കോമഡി ആയിരിക്കും കാണാൻ. പക്ഷെ അത് നോക്കണ്ട, നമ്മൾ ഇത് ഇട്ടിട്ട് കടന്നു കഴിഞ്ഞാൽ ഇത് ഊരി പോവില്ല, പിന്നെ ആ ഫ്രിക്ഷൻ വരുമ്പോൾ ഫ്രിസ് ആവില്ല. അതാണ് ഇതിൻ്റെ മെയിൻ പർപ്പസ്. So hope you all like the heatless hair rob curler tutorial and also the results. So if you like this video, please give it a like, share and subscribe. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഈ വീഡിയോയുടെ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക. ഞാൻ ഉറപ്പായിട്ടും അതിന് റിപ്ലൈ തരുന്നതായിരിക്കും. ഇനി നിങ്ങൾക്ക് ഇൻസ്റ്റയിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കണമെങ്കിൽ അവിടെയും നിങ്ങൾക്ക് ചെയ്യാം. സോ ഞങ്ങളുടെ ഇൻസ്റ്റ ID എന്ന് പറയുന്നത് IG അക്കൗണ്ട് എന്ന് പറയുന്നത് Chris_Ann_Diary. ഇപ്പോൾ നമ്മുടെ സെയിം യൂട്യൂബ് ചാനലിൻ്റെ നെയിം തന്നെയാണ് Chris_Ann_Diary. അപ്പോൾ അത്രേ ഉള്ളൂ. സോ see you soon in another video. Stay connected with us and keep supporting us. So bye from Chris_Ann_Diary.